അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇവാലുവേറ്റ് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തന്നു. അത് ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് എടുത്താലും ഇവിടെ നമുക്ക് പോള് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന പോള് 0യും 1ഉം ആയിരിക്കും. അത് ഏത് പാത്തിൻ്റെ ആയാലും അവിടെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ഈ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് എന്തേ ചെയ്യണ്ടു? ഔട്ട്സൈഡ് ആണെങ്കിൽ അവിടുത്തെ റെസിഡ്യൂ വാല്യൂ 0 ആണെന്നും ഇൻസൈഡ് ആണെങ്കിൽ അവിടെയുള്ള റെസിഡ്യൂ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ട് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് രണ്ട് പോളും ഇൻസൈഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോള് എഴുതി റെസിഡ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. 0യും 1ഉം ആണ് രണ്ട് പോള്. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് സെഡ് ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യുക. സിമ്പിൾ പോളാണ്, അതുകൊണ്ട് അതിൻ്റെ ഫോർമുല റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 സെഡ് മൈനസ് സെഡ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് സെഡിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സെഡ് മൈനസ് 0 എന്ന് എഴുതി. ഇവിടെ 0യും 1ഉം ആണ് പോൾന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ സെഡ് സ്ക്വയർ മൈനസ് സെഡിനെ എങ്ങനെ എഴുതാം? സെഡ് മൈനസ് 0 ഇൻറ്റു സെഡ് മൈനസ് 1 ഫോമിൽ എഴുതാം. അപ്പം തന്നെ ആ ഫാക്ടറൈസ് ചെയ്തില്ല. സെഡ് മൈനസ് 0 തന്നെയാണ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ സെഡ് മൈനസ് 0യും സെഡും ക്യാൻസലായി പോയി. പിന്നെ എന്താ ഉള്ളത്? 4 മൈനസ് 3 സെഡ് ബൈ സെഡ് മൈനസ് 1 വരും. സെഡ് കാണുന്നിടത്തൊക്കെ 0 കൊടുക്കുക. 4 മൈനസ് 0 ഡിവൈഡഡ് ബൈ 0 മൈനസ് 1 4 ബൈ മൈനസ് 1 വരും. അതിൻ്റെ വാല്യൂ -1. അപ്പോൾ 0 രണ്ട് പോയിന്റും ഇൻസൈഡ് ആണെന്നാണ് പറഞ്ഞത്. അതിൽ സെഡ് ഈക്വൽ ടു 0ൻ്റെ റെസിഡ്യൂ കണ്ടുവച്ചു. ഇനി സെഡ് ഈക്വൽ ടു 1ഉം ഇൻസൈഡ് ആയതുകൊണ്ട് അവിടെയുള്ള റെസിഡ്യൂ കാണണം. റെസിഡ്യൂ ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് സെഡ് ആണ്. സെഡ് നോട്ട് ഉള്ളിടത്തൊക്കെ 1 കൊടുക്കുക. 1 കൊടുക്കുമ്പം സെഡ് മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 3 സെഡ് ഡിവൈഡഡ് ബൈ സെഡ് ഇൻറ്റു സെഡ് മൈനസ് 1 വരും. ഒരു സെഡ് മൈനസ് 1 ക്യാൻസൽ ആയിപ്പോയി. ഇനി എന്ത് ചെയ്യുക? സെഡ് ഉള്ളിടത്ത് 1 പറയുന്ന വാല്യൂ കൊടുക്കുക. അപ്പോൾ 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ 1 വരും. 4 മൈനസ് 3 1 കിട്ടി. രണ്ട് റെസിഡ്യൂവും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൻ്റെ റെസിഡ്യൂ തിയറം പ്രകാരം ഇൻ്റഗ്രൽ വാല്യൂ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂവിനോട് ഈക്വൽ ആയിരിക്കും. രണ്ട് റെസിഡ്യൂ ആണ് ഉള്ളത്, രണ്ട് പോളാണുള്ളത്. ആ പോളിലുള്ള റെസിഡ്യൂ വാല്യൂ ഒരു വാല്യൂ നമുക്ക് ആദ്യം ചെയ്തപ്പോൾ -4 കിട്ടി, രണ്ടാമത്തെ വാല്യൂ 1 കിട്ടി. അപ്പോൾ 2πi ഇൻറ്റു -4 + 1 എന്ന് വെച്ചാൽ -3 വരും. 2πi ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ -6πi എന്ന് കിട്ടി. ഫസ്റ്റ് കേസ് കണ്ടുവച്ചു. ഇനിയോ 0 ഇൻസൈഡ് ആണ്, 1 ഔട്ട്സൈഡ് ആണ്. ഇനി നമ്മൾ ഓരോ കേസിൽ സെപ്പറേറ്റ് റെസിഡ്യൂ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് റെസിഡ്യൂ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്. 0 ഇൻസൈഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസിഡ്യൂ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണം, -4 എടുക്കണം. പിന്നെയോ 1 എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ആണ്. 1 ഔട്ട്സൈഡ് ആയതുകൊണ്ട് അതിൻ്റെ റെസിഡ്യൂ എന്തായിട്ടാണ് എടുക്കേണ്ടത്? 0 ആയിട്ട്. ഇൻസൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റെസിഡ്യൂ വാല്യൂ എടുക്കേണ്ടതുള്ളൂ. ഔട്ട്സൈഡ് ആണെങ്കിൽ റെസിഡ്യൂ ഉണ്ടെങ്കിലും ആ റെസിഡ്യൂ വാല്യൂ എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. ഇൻസൈഡ് ആയതുകൊണ്ട് -4 എടുത്തു. 1 ഔട്ട്സൈഡ് ആയതുകൊണ്ട് 1ൻ്റെ വാല്യൂ എന്താ എടുത്തു? 0 എടുത്തു. 2πi ഇൻറ്റു -4 എന്ന് പറയുമ്പോൾ -8πi എന്ന് കിട്ടി. ഇനി 1 ഇൻസൈഡിലാണുള്ളത്, 0 ഔട്ട്സൈഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് പോയിൻറ്റിൻ്റെയും റെസിഡ്യൂ കണ്ടുവച്ചിട്ടുണ്ട്. 1 ഇൻസൈഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ഇവിടെയുള്ള വാല്യൂ എടുക്കണം. ഇനി 0 ഔട്ട്സൈഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ ഈക്വൽ ടു 0 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പം 1 ഇൻസൈഡിലാണ്, 0 ഔട്ട്സൈഡാണ്. അപ്പോൾ കറസ്പോണ്ടിങ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ വാല്യൂ 1 ആണ്. 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ വാല്യൂ ഇപ്പുറത്ത് -4 ആണെങ്കിലും അത് ഔട്ട്സൈഡ് ആയതുകൊണ്ട് ആ റെസിഡ്യൂ വാല്യൂ 0 ആയിട്ട് എടുത്തു. 2πi ഇൻറ്റു 0 + 1 എന്ന് പറയുമ്പം എന്ത് കിട്ടി? 2πi ഇൻറ്റു 1 വന്നു. ഇനി 1ഉം 0യും രണ്ട് വാല്യൂ ഔട്ട്സൈഡ് ആണ്. രണ്ടും ഔട്ട്സൈഡ് ആണെങ്കിൽ റെസിഡ്യൂ വാല്യൂ രണ്ടും എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ ഈക്വൽ ടു 2πi ഇൻറ്റു 0 + 0 എന്നാണ് വരിക. അപ്പോൾ 2πi ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0 തന്നെ. ഒന്നേ റെസിഡ്യൂ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈസ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കാം. ഇൻസൈഡ് ആണെങ്കിൽ കറസ്പോണ്ടിങ് റെസിഡ്യൂ വാല്യൂ എന്താണോ അത് ചൂസ് ചെയ്യുക. ഇനി പോയിന്റ് ഔട്ട്സൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള റെസിഡ്യൂ വാല്യൂ 0 ആയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ.